ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് മെയ് 12 എന്താ പ്രത്യേകത എന്നറിയോ? ഇന്ന് ഇൻ്റർനാഷണൽ നഴ്സസ് ഡേ ആണ്. അപ്പോൾ ഈ നഴ്സസ് ഡേ ആയിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പേരി ഉണ്ടാക്കിയാലോ? ഉപ്പേരി എന്ന് പറഞ്ഞാൽ തോരൻ എന്നൊക്കെ പറയും. നമ്മളെ കോഴിക്കോട് സൈഡിൽ ഉപ്പേരി എന്നാണ് പറയുക. ഇത് ചോറിനും കഞ്ഞീൻ്റെ കൂടെയൊക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പേരിയാണ്. അപ്പോൾ അതിന് ആദ്യമായിട്ട് വേണ്ടത് നമ്മളൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാം. അതിനുശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ചെറിയുള്ളി കനം കുറച്ചരിഞ്ഞത് ആഡ് ചെയ്യുന്നുണ്ട്. അത് നല്ലപോലെ ഫ്രൈ ആകുന്നത് വരെ നമുക്ക് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ഈ ഉപ്പേരി എന്ന് പറയുന്നത് മുരിങ്ങ ഇലയും മുട്ടയും തേങ്ങയും ചേർത്തിട്ടുള്ള ഉപ്പേരിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഹെൽത്തിയാണ്. കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ചെറിയുള്ളി നല്ലപോലെ വഴന്നതിന് ശേഷം നമുക്കതിലേക്ക് ചെറുതായി അരിഞ്ഞ് മുരിങ്ങ ആഡ് ചെയ്യാം. മുരിങ്ങ ഞാൻ നല്ലപോലെ കഴുകിയിട്ടാണ് ആഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് നല്ലപോലെ ഫ്രൈ ചെയ്യുന്നത് പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കുമ്പോൾ തീ നല്ല സിമ്മിലാക്കി വെക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ മുരിങ്ങ നമ്മുടെ ശരീരത്തിന് ഭയങ്കര ബെനിഫിറ്റാണ് കൊടുക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുരിങ്ങയിൽ അയൺ നല്ലപോലെ ഉള്ളത് കൊണ്ട് കണ്ണിനൊക്കെ ഭയങ്കര നല്ലതാണ്. അതുപോലെ തന്നെ രക്തം അനീമിയ അങ്ങനത്തെ അസുഖങ്ങളെല്ലാം ഉണ്ട്, അവർക്കൊക്കെ ഇത് കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ആഡ് ചെയ്യാം. ഞാനിതിൽ മുളക് പൊടി അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം കുഞ്ഞു മക്കൾക്കെല്ലാം കൊടുക്കുന്നത് കൊണ്ട് എരിവൊന്നും അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അതൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ ചൂട് കാലത്ത് നമ്മുടെ ബോഡിയിൽ ഹെയർ ലോസ് അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ അതൊക്കെ കുറയ്ക്കാനൊക്കെ ഈ മുരിങ്ങ നമ്മളെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡൈജഷന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് മുരിങ്ങ എന്ന് പറയുന്നത്. ഡൈജഷനും ഈ മുരിങ്ങ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് മുട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ 2-3 മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ട പൊട്ടിച്ച് നല്ലപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. അതും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ മുട്ടേൻ്റെ ഗുണങ്ങളും ഞാൻ പറഞ്ഞു തരാം. മുട്ട നമുക്ക് പ്രോട്ടീൻ നല്ലപോലെ കൊടുക്കുന്നുണ്ട് മുട്ട. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ശരീര വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് മുട്ട എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുട്ട നമ്മുടെ മസിലുകളുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനും തലച്ചോറിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഭയങ്കര നല്ലതാണ് മുട്ട എന്ന് പറയുന്നത്. കണ്ണിനും ഭയങ്കര നല്ലതാണ് മുട്ട. അതുകൊണ്ട് മുട്ട ഡെയിലി കഴിക്കുന്നത് അത്രയും നല്ലതാണ്. പിന്നെ കുട്ടികളൊന്നും ഈ മുരിങ്ങേൻ്റെ ടേസ്റ്റൊന്നും അവർക്ക് വലിയ ഇഷ്ടമാവില്ല. അതുകൊണ്ട് മുട്ടയും കൂടി നമ്മളിങ്ങനെ ഉപ്പേരി വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് നല്ലപോലെ ഈ മുരിങ്ങയും അവർ കഴിച്ചോളും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ മുട്ട ആഡ് ചെയ്യുന്നത്. അത് ചോറിനൊന്നുമില്ല, അല്ലാതെ തന്നെ അവർക്ക് സ്പൂൺ കൊണ്ട് കൊരി കഴിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത്രയും നല്ല ടേസ്റ്റാണ് ഇതിന്. അതുകൊണ്ട് കുട്ടികളിലുള്ളവർ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെയെന്ന് പറയുന്നത് നമുക്കിതിലേക്ക് വേണ്ടതാണ് തേങ്ങ എല്ലാവരും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമാണ്. തേങ്ങ നമ്മുടെ ശരീരത്തിൻ്റെ മോയ്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡൈജഷന് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് തേങ്ങ. പിന്നെ ശരീരത്തിന് നല്ലൊരു എനർജി കിട്ടും. തേങ്ങ നമ്മൾ നല്ലപോലെ കഴിക്കുകയാണെങ്കിൽ എനർജി കിട്ടും. അതിനൊക്കെ നല്ലപോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് തേങ്ങ എന്ന് പറയുന്നത്. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി റെഡി. ഇത്രയേ ഉള്ളൂ. ഇത്ര വേഗം കഴിയുന്നൊരു ഉപ്പേരിയാണ്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. എൻ്റെ ഒരു കുഞ്ഞു ചാനലാണ്. ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെയെന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ കുക്കിംഗ് വീഡിയോസൊക്കെ ആകുന്നതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളും സംസാരത്തിൽ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. കാരണം ഞാനൊരു എക്സ്പേർട്ടൊന്നുമല്ല. അതുകൊണ്ടാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാവരും അതൊക്കെ ക്ഷമിച്ച് ഞാൻ നല്ലപോലെ എഡിറ്റ് ചെയ്തും നല്ലപോലെ സംസാരിച്ചും നല്ലപോലെ എഴുതി വെച്ചും ഒക്കെ പറയാൻ ശ്രമിക്കാം. പക്ഷേ ഇതൊക്കെ തുടക്കക്കാർക്കൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. ആദ്യം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും എന്നുള്ളതൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ മക്കളൊക്കെ നല്ലപോലെ കഴിക്കും. അപ്പോൾ താങ്ക് യു.